എനിക്കിപ്പോ അങ്ങനെ ഉറപ്പ് തരണം. എന്റെ കുട്ടികളുടെ സങ്കടം എന്നേക്കുമായിട്ട് മാറ്റി തരണം. എന്റെ മകനെ ഇത്രയും വേഗം ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരണം. ഭഗവാനെ, നടത്തി തരില്ലേ? എന്റെ പ്രാർത്ഥന കേൾക്കില്ലേ? ഞങ്ങൾ കണ്ണനോട് പ്രാർത്ഥിക്കായിരുന്നു അമ്മേ, അച്ഛൻ തിരിച്ചു വരാൻ വേണ്ടിട്ട്. കണ്ണൻ നടത്തി തരാന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോ കണ്ണൻ സമ്മതം മൂളി. സത്യ എന്നോടും പറഞ്ഞു. കൃഷ്ണ അവരോട് പറയേണ്ടത്? എന്റെ വിഷ്ണുവിട്ട് എല്ലാവരും വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയെന്നോ? അതോ ഇനി ഒരിക്കലും നമ്മൾ ആരെയും കാണാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നോ? ഏതു നേരവും അങ്ങേക്ക് മുന്നിൽ തിരി കത്തിച്ച് മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കി എനിക്ക് പറഞ്ഞതാ. ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടിയാ കൊടുക്കേണ്ടത്? എനിക്കറിയില്ല ഭഗവാനെ, എനിക്ക് ഈ കള്ളക്കളി എവിടം വരെ കൊണ്ടുപോകാനാവുന്നു. മകന്റെ തിരിച്ചു വരവിന് വേണ്ടി ഏത് നേരവും പൂജയും വഴിപാടുമായി നടക്കുന്ന ഈ അമ്മയോട് മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്തൊരു ലോകത്തേക്കാണ് യാത്ര പോയിരിക്കുന്നതെന്നെങ്കിലും പറഞ്ഞു. തല്ലിച്ചാവും. അത്രയധികം ഈ അമ്മ ഈ മകനെ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ പറയമ്മേ, കൃഷ്ണനോട് പറ. അച്ഛനെ തിരിച്ചു കൊണ്ടുവരണോന്ന് പറയമ്മേ. അമ്മ പറഞ്ഞ കൃഷ്ണൻ കേക്കും. അമ്മ പറയുന്നുണ്ട് മക്കളെ മനസ്സിൽ. കൃഷ്ണനെ വിളിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. എങ്ങനെയാ കൃഷ്ണ അച്ഛന്റെ വരവും കാത്തിരിക്കുന്ന ഈ മക്കളോടും മകന്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ അമ്മയോടും വിഷ്ണുവിന് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ലോകത്തേക്കാ പോയിരിക്കുന്നെന്ന് ഞാൻ